yet another episode of Ari Adventures, and today we are going for grocery shop. So come along with us to see around. അപ്പോഴേ കുറച്ചധികം നാളായി ഞങ്ങൾ ഗ്രോസറി വാങ്ങാൻ ഇറങ്ങിയിട്ട്. രണ്ടുപേരും ബിസി ആയിരുന്നു. അപ്പൊ ഇന്ന് രണ്ടുപേരും ഫ്രീ ആയ പോർത്തു. എന്നാ എന്തായാലും പോയി ഇന്ന് തന്നെ വാങ്ങിക്കളയാം. അപ്പൊ ഈ ഗ്രോസറി വാങ്ങിയതിലുള്ള പ്രശ്നം എന്താണോ, ഡൈനിങ് കൂടും, അതുപോലെ ടേക്ക് ഔട്ട്സും. ടുഡേ I decided to take Putting Putti a bit serious. So here I am doing everything to get a good column. ഇനി കുറച്ച് ഡാൻസ് ആവാം. ഓക്കെ, അപ്പൊ ഹെയർ ഒക്കെ സെറ്റ് ചെയ്തു, ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്തു. ദേ ഇച്ചയും റെഡി. നൗ വി ആർ ഗെറ്റിംഗ് ഇച്ച സം ടച്ച് അപ്സ്. പിന്നെ ഇപ്പോ സ്നോ ഒക്കെ കുറഞ്ഞേ, അപ്പൊ ബ്ലാക്ക് ഐസ് ആണ് കൂടുതൽ. അപ്പൊ ബ്ലാക്ക് ഐസ് എന്താണെന്ന് അറിയാത്തവർക്ക്, എന്റെ ഒരു അറിവില് സ്നോ ഒക്കെ വെള്ളമായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ടെമ്പറേച്ചർ റൈസ് വരുമ്പോൾ ഇതൊക്കെ ഐസ് ആവും. ഇതിങ്ങനെ ഐസ് ആയിരിക്കുന്നത് നമുക്ക് ചില സ്ഥലത്ത് വെച്ച് കാണാൻ പറ്റില്ല. നമ്മൾ കയറി ചവിട്ടുന്നതും വീഴുന്നതും ഒപ്പമായിരിക്കും. എന്റെ അസ്തറ്റിക്സ് പോകാതിരിക്കാൻ ഞാനിന്ന് ബൂട്ട്സ് ആണ് ഗൈസ് ഇടുന്നത്. അപ്പൊ ഞാൻ ഹൈനീസ് ബൂട്ട്സ് ഒക്കെ എടുത്തു. അപ്പൊ ഞാൻ റെഡി സ്റ്റഡി. അല്ല വെയിറ്റ്, ഒരാൾ കൂടെ കയറാനുണ്ട്. ഒരു മിനിറ്റ്, വണ്ടി ഇടല്ലേ. മിസ്സിംഗ് ആയിരുന്നു, ആളെ കിട്ടി. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ലുക്ക്, ഇന്നത്തെ ഔട്ട്ഫിറ്റ്. അപ്പൊ വീടൊക്കെ പൂട്ടി ഇറങ്ങാണ്. നമ്മൾ യൂഷ്വലി അങ്ങോട്ട് മെട്രോ എടുക്കും, എന്നിട്ട് തിരിച്ച് ക്യാബും. അപ്പോൾ വീട്ടിൽ നിന്ന് അറൗണ്ട് ഒരു 300 meters നടന്നു കഴിഞ്ഞാൽ സ്റ്റേഷൻ എത്തും. നമ്മുടെ സ്റ്റോപ്പ് ബേൻഡർപ്രൈസ് സ്റ്റേഷൻ ആണ്. അപ്പൊ അവിടെ നിന്ന് ഒരു 4-5 സ്റ്റോപ്പ് കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റോപ്പ് എത്തും. അത് നെയ്റ്റ് ആണ്. അപ്പൊ നെയ്റ്റിലാണ് നമ്മുടെ കിങ്സ്വേ മാർട്ട്, വാൾമാർട്ട് ഒക്കെ ഉള്ളത്. അപ്പൊ അങ്ങോട്ടേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പൊ ഇനിയിപ്പോ അവിടെ എത്തിയിട്ട് കാണാം. നിങ്ങൾ കുറച്ച് കാഴ്ചകളൊക്കെ കാണേണ്ടി. പുലരാൻ നേരം ജനവാതിൽക്കൽ പുതുതായെത്തും കിളി ചൊല്ലി, അറിയാ നാട്ടിൽ പൊഴിയും മഞ്ഞിൽ തിരയൂ നിന്റെ വഴി. അവിടേം തട്ടി ഇവിടേം തട്ടി ഒരു പൂങ്കൊമ്പിൽ ചേക്കേറി, നഗരം തുന്നിയ മഴവിൽ പാതയിൽ തുടരൂ നിന്റെ ഗതി. രാവ് പകലോരോ നേരത്ത് ഓർമ്മയുടെ ഓളം നീന്തിട്ട് ഓടി അരികാരോ വന്നില്ലേ, മിഴിയൊന്നു തിളങ്ങിയില്ലേ. അപ്പൊ നമ്മള് കിങ്സ്വേ വാൾമാർട്ട് എത്തി. വഴിയൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഫുൾ ഐസ് ആയിരുന്നു. ഞാൻ എങ്ങനെയോ തെന്നിയൊക്കെയാണ് എത്തിയത്. അതുകൊണ്ട് ആ ഭാഗമൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരു വീഴ്ച കൂടെ എന്റെ നടുവ് താങ്ങത്തില്ല, അതുകൊണ്ടാ. അപ്പൊ നമ്മുടെ മെയിൻ ഉദ്ദേശം is to buy a lot of veggies and fruits, but more like healthy stuffs and some snacks. എന്തൊക്കെ നടക്കും എന്നറിയില്ല, വഴിയെ കാണാം. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ് നാട്ടിലെ വെജീസ് ഒക്കെ കിട്ടുന്ന ആ ഒരു ഭാഗത്തൂടെ ഇങ്ങനെ നടന്നാ മതി. അപ്പൊ ഇങ്ങനെ തേങ്ങയൊക്കെ എടുത്ത് നോക്കുമ്പോ ഒരു പീസാ. പിന്നെ എന്നെ പോലെ വിലയൊന്നും നോക്കിയേക്കരുത്, മനസ്സ് മടുക്കും. ഇത് കണ്ടോ, ഇപ്പൊ തേങ്ങയുടെ വില ഇറ്റ്സ് കനേഡിയൻ ഡോളർ 3.47 cents എന്ന് പറയുമ്പോ നാട്ടിലെ ഒരു 230, 250 ആ ഒരു റേഞ്ച് വരും. അപ്പൊ പിന്നെ നമ്മളിങ്ങനെ കറങ്ങി നടന്ന വെജിറ്റബിൾസ് ഒക്കെ എടുത്തു. ഒരു പോർക്ക് റിബ് എടുത്തു. പിന്നെ ഇതാണ് എന്റെ ഫേവറേറ്റ് പാർട്ട് ഓഫ് ഷോപ്പിംഗ്. ഞാൻ പറഞ്ഞില്ലേ, ദ ഇന്റർനാഷണൽ അയൽ. ഇങ്ങോട്ട് കയറിയ നാട്ടിലെ ഈ ബിസ്മി ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കയറിയ ഒരു ഫീലാണ്. കണ്ടോ, ഫ്രൂട്ടി, മൊണാക്കോ, ബോബോൺ, പാർലേജി, അങ്ങനെ നാട്ടിലെ എല്ലാം ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് കിട്ടിയതാ ഇതൊക്കെ ഇവിടെ കിട്ടുന്നത് കണക്കാ. അതുകൊണ്ട് ഇതൊക്കെ കിട്ടുമ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഒരു സമയത്ത് പോക്കിമോൻ അല്ലായിരുന്നു. പോക്കിമോൻ എന്ന് പറയുന്നത് ലോകം അംഗീകരിച്ച ഒരു സിമ്പൽ അല്ലേ. അങ്ങനെ ചെക്കൗട്ട് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇറങ്ങി, ക്യാബ് പിടിച്ച് എന്റെ സ്ട്രോങ് കെട്ടിയ ബാഗൊക്കെ കാറിൽ ലോഡ് ചെയ്തു. അപ്പോ വി ആർ ഹെഡിങ് ബാക്ക് ഹോം. നാട്ടിലായിരുന്നപ്പോഴേ വിന്റർ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഡ്രീമി ആയിരുന്നു. ഞാൻ ഈ ഒരു ലോഡ് ക്രിസ്മസ് പടം ഇരുന്ന് കാണുമായിരുന്നു. ഇത് പെയ്യുന്ന ടൈമിൽ ഇതെല്ലാം വെള്ളമായിട്ട് കിടക്കും, നമുക്ക് കാണാൻ നല്ല രസമാണ്. ഒരു 2 ദിവസം കഴിഞ്ഞാൽ നാട്ടില് വെള്ളം പൊങ്ങിയതിനേലും മോശം അവസ്ഥ. ഫുൾ ചെളിയും വെളിയും, നടക്കാനും പറ്റത്തില്ല, അഴുക്ക് പിടിച്ചൊരു സിറ്റുവേഷനാണ്. കണ്ടില്ലേ ഇപ്പൊ തന്നെ എന്ത് അഴുക്കാ റോഡ് ഫുള്ളൊന്ന്. ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. അയ്യോ, അങ്ങനെ എങ്ങനെയോ ഞങ്ങൾ വീട് പരിപാടിയൊക്കെ തീർന്നു. ഇനി ഇതൊക്കെ പാക്ക് ചെയ്ത് ഫ്രിഡ്ജിലും ഫ്രീസറിലും ആക്കണം. അപ്പൊ ഞങ്ങൾ വീട് പിടിച്ചതുപോലെ എത്രയും പെട്ടെന്ന് നിങ്ങളും വീട് പിടിച്ചോ. സോ ബൈ ബൈ ഫ്രം അരി അഡ്വഞ്ചേഴ്സ്.